اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ്ക ഖദ്രിക വമിഖ്ദാരിക്കൽ അളീം. ഒരു മനുഷ്യന് ചിന്തിക്കാനുള്ള, അവൻ ഏത് ഭാഗത്തു നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ മടങ്ങുമെന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്, ഒരാൾ ജനിക്കണ സന്ദർഭത്തിൽ അവന് ഒന്നിനും കഴിയാതെയാണ് അവൻ എന്ത് ചെയ്യണത്, ജനിക്കുന്നത് അല്ലേ? ഒന്നും മിണ്ടാൻ കഴിയില്ല. എന്നാൽ അവൻ്റെ മരണവും അതേപോലെ തന്നെ. മരണത്തിൻ്റെ സമയത്തും ഒന്നും മിണ്ടാൻ കഴിയാതെ അങ്ങനെയാണ് അവൻ എന്ത് ചെയ്യുക, മരണപ്പെടുക. അതൊരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെയാണ് പോവുക അല്ലേ? പറ്റ ലഈഫായി ഒന്നിനും കഴിയാത്തൊരവസ്ഥ. ആ ഒരവസ്ഥയിൽ നിന്നാണ് ഒരു കുഞ്ഞ് പിറവി കൊള്ളുന്നത് അല്ലേ? ആ കുഞ്ഞ് എങ്ങനെയാണോ അതേ രൂപത്തിലാണ് അവൻ്റെ മരണം ഉണ്ടാകുക. ഒന്നിനും കഴിയാതെ, ഒന്നും മിണ്ടാൻ പറ്റാതെ അങ്ങനെ ലോകത്തോട് വിട പറയും. ഇതൊരു യാഥാർത്ഥ്യമാണ്. തുടക്കം എവിടെയാണോ അവിടേക്ക് തന്നെ എത്തുമെന്നുള്ള ഒരു വലിയ പരമസത്യമാണ്. അതിൽ നിന്ന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് എന്തുണ്ട്, ആ വിഷയം നമുക്ക് ബോധ്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് അത് നമ്മളെ വിളിച്ചുണർത്താനുള്ള കഴിവുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് മഴ പെയ്യുന്നത്? മഴ എന്ന് പറയുന്ന സാധനം ആദ്യം എന്തായിരുന്നു? വാതകമായിരുന്നു അല്ലേ? വാതകമാണ്. പിന്നെ അതിനെന്ത് ചെയ്യാണ്? അതാണ് പിന്നെ മഴയായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. സത്യത്തിൽ ആദ്യം അത് എന്തായിരുന്നു? ഒരു വാതകമായിരുന്നു അല്ലേ? ആദ്യം അത് എന്തായിരുന്നു? ഒരു വാതകമായിരുന്നു. പിന്നെ അതൊരു ദ്രാവകമായി ഭൂമിയിലേക്ക് വരികയാണ് അല്ലേ? ശക്തമായ തണുപ്പ് കാരണം അത് പിന്നെ ഉറച്ച് ഖരമാകുകയാണ്. അപ്പോൾ ആദ്യം അത് വാതകമായിരുന്നു, പിന്നെ അത് ദ്രാവകമായി വെള്ളമായി, പിന്നെ അത് മഞ്ഞുകട്ട ഖരമായി, പിന്നെ ആ മഞ്ഞ് ഉരുകി പിന്നെയും അത് എന്തായി മാറുന്നു? ദ്രാവകമായി. പിന്നെയും അത് എന്തായി മാറുന്നു? വാതകമായി മാറുന്നു അല്ലേ? പിന്നെ കടലിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? കടലിൽ നിന്ന് എന്തു ചെയ്യും? അതിൻ്റെ ബാഷ്പകണങ്ങൾ പിന്നെ അന്തരീക്ഷത്തിലേക്ക് പിന്നെ കയറിപ്പോവുകയാണ്. അപ്പോൾ ഏത് രൂപത്തിലായിരുന്നോ ആ സാധനം അത് അതേ രൂപത്തിൽ തന്നെ മടങ്ങുന്നുണ്ട്. ആദ്യം വാതകമായിരുന്നു, ആ വാതകത്തിലേക്ക് തന്നെ ഒരു റൊട്ടേഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. ഒരു റൊട്ടേഷൻ അവിടെ എന്ത് ചെയ്യുന്നു? നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെയാണ് നമ്മളെ മടക്കം. നമ്മൾ സത്യത്തിൽ ഇവിടെ ഒരു വിരുന്നുകാർ മാത്രമാണ്. ഇതിൻ്റെ മുമ്പ് തന്നെ 3 ലോകവുമായി നമുക്ക് ടച്ചുണ്ട്. ലാഹൂത്തുമായി ടച്ചുണ്ട്, ജബറൂത്തുമായി ടച്ചുണ്ട്, മലക്കൂത്തുമായി ടച്ചുണ്ട്. ഇപ്പം നമ്മൾ നാസൂത്തിലാണ്. എത്രയോ കാലങ്ങളായി നമ്മളെ യാത്ര തുടങ്ങിയിട്ട്. ആലമുല്ലാഹൂത്തിൽ നിന്ന് എത്രയോ കാലങ്ങളായി നമ്മളെ യാത്ര എന്ത് ചെയ്തിട്ടുള്ളത്? തുടങ്ങിയിട്ട്. പക്ഷേ ഇവിടെ എപ്പോഴാണ് എന്ത് ചെയ്യണത്? ഇപ്പം നമ്മളെ മസ്കൻ, ഇപ്പം നമ്മുടെ മൻസിൽ അത് ഭൂമിയാണ്, ആലമുന്നാസൂത്താണ്. മനസ്സിലാകുന്നു? ഇനി എവിടേക്ക് തന്നെ മടങ്ങും? എവിടെ നിന്നാണോ നമ്മൾ വന്നത് അവിടേക്ക് തന്നെ മടങ്ങും. ആലമുല്ലാഹൂത്ത് എന്ന് പറയുന്ന അള്ളാഹുവിനോട് ഏറ്റവും കുർബുള്ള ആ മക്കാമിലായിരുന്നു നമ്മൾ. ഇപ്പം എത്രയോ ബഈദായ ജബറൂത്ത് താണ്ടി മലക്കൂത്ത് താണ്ടി നാസൂത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ട് തന്നെ മടങ്ങും? അവിടേക്ക് തന്നെ നമ്മളെ റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? കൊണ്ടുപോകും. പക്ഷെ ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ആ പരംപൊരുളിനെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ കഴിയണം? ആവാഹിക്കാനും പ്രാപിക്കാനും കഴിയണം.
അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാനും നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം. ഇപ്പോൾ അതിൻ്റെ ഒരു ഹൃദയബോധ്യമാണ് സത്യത്തിൽ ഭൂമി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? എല്ലാ ഗ്രഹങ്ങളും കറങ്ങണില്ലേ അല്ലേ? നിങ്ങൾ സ്കൂൾ പഠിച്ചിട്ടില്ലേ? ഗ്രഹങ്ങളൊക്കെ എന്തേ കറങ്ങണ്? ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെയാണല്ലോ, പന്ത് പോലെ റൗണ്ടാകൃതിയിലാണല്ലോ അല്ലേ? ഒരു വൃത്തം പോലെയല്ലേ എല്ലാ ഗ്രഹങ്ങളും അല്ലേ? അതിൽ വലുതുണ്ട്, ചെറുതുണ്ട്, മനുഷ്യ സഞ്ചാരമുള്ളതുണ്ട്, മനുഷ്യവാസമുള്ളതുണ്ട്, മനുഷ്യവാസമില്ലാത്തതുണ്ട്. 24 മണിക്കൂറും കൊടുങ്കാറ്റ് മാത്രമുള്ള ലോകങ്ങളുണ്ട്, 24 മണിക്കൂറും മണൽക്കാറ്റ് മാത്രമുള്ള ലോകങ്ങളുണ്ട്, തിളച്ചു മറിയുന്ന വെള്ളം മാത്രമുള്ള ലോകങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യന്മാർ താമസിക്കുന്ന ലോകങ്ങളുണ്ട്. ഇതൊക്കെ ഈ ഒരു വൃത്താകൃതിയിലാണ് ഈ സാധനത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽഖ് ചെയ്തത് എന്ന് നമ്മൾ കാണുമ്പോൾ അതിന് മനസ്സിലാക്കണത്, ഒരു വൃത്തം എന്ന് പറയുന്നത് ഒരു ബിന്ദുവിൽ നിന്ന് അതേ ബിന്ദുവിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്താവുള്ളൂ, അതൊരു വൃത്താവുള്ളൂ. അപ്പോൾ ആലമുല്ലാഹൂത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി ആലമുല്ലാഹൂത്തിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു ജീവിതമാണ് ആർക്കുള്ളത്, ഒരു മനുഷ്യനുള്ളത്. മനസ്സിലാവുണ്ടോ? ആ ഒരു കാലത്തിൻ്റെ ഇടയിൽ അവൻ പൂർണ്ണമായി അള്ളാഹുവിനെ അറിയുക, പൂർണ്ണമായി അള്ളാഹുവിനെ മനസ്സിലാക്കുക. അതെങ്ങനെ സാധിക്കും? എല്ലാവരുടെ കൽബും അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റുന്ന യോഗ്യതയിലെത്തിയ കൽബ എല്ലാവരെയും അല്ല. അള്ളാഹു പ്രത്യേകമായി ചില ആൾക്കാരെ കൽബിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരാണ് സത്യത്തിൽ ആര്? അമ്പിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. മനസ്സിലാവുണ്ടോ? അള്ളാഹുവിൻ്റെ ആ തജല്ലി പൂർണ്ണമായി ഹഖീഖത്ത് നിലക്ക് പ്രാപിക്കാൻ പറ്റുന്ന കൽബ് ആരതാണ്? അമ്പിയാക്കളെ കൽബാണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ കുത്തുബീങ്ങളാണ്. മനസ്സിലാവുണ്ടോ? അതിൽ സ്വഹാബത്തിൽ കുത്തുബീങ്ങൾ ഉണ്ടാവും, മറ്റുള്ള കുത്തുബീങ്ങൾ ഉണ്ടാവും, മുറബ്ബികൾ ഉണ്ടാവും. ആ മുറബ്ബിയുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ തജല്ലിയാത്തുകൾ, ജലാലിയത്തിൻ്റെയും ജമാലിയത്തിൻ്റെയും തജല്ലിയാത്തുകൾ കൊടുക്കുമായിരിക്കും മുറബ്ബിക്ക്. ആ മുറബ്ബിയാണ് പിന്നെ സാധാരണക്കാരാകുന്ന ആളുകളെ പിന്നെ സ്ഫുടം ചെയ്തിട്ട് ഒരു യഥാർത്ഥ മനുഷ്യനാക്കേണ്ട കടമ ആരാണ്? ഈ മുറബ്ബിക്കാണ്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യണം? ഒരു വസീലയെ, ഒരു മാധ്യമത്തിന്, ഒരു മധ്യവർത്തിയെ തേടണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? അല്ലാതെ ഒരാൾക്കും എന്ത് ചെയ്യൂല, അള്ളാഹുവിലേക്ക് പൂർണ്ണമായി എത്തിപ്പെടാൻ കഴിയില്ല. അതിനാണ് ഒരു മുറബ്ബിയായ ഷെയ്ഖ്, ഒരു കുത്തുബ് ഒരാൾക്ക് വേണമെന്ന് പറയുന്നത്. അപ്പോൾ എവിടുന്നാണോ നമ്മൾ തുടങ്ങിയത് അവിടേക്ക് തന്നെ മടങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു മുറബ്ബിയായ ഷെയ്ഖിൽ നിന്ന് നമ്മൾ യഥാർത്ഥ അമലുകൾ വാങ്ങി ആ അമലുകൾ സ്വീകരിച്ച് അത് എങ്ങനെയാണോ ഒരു മുറബ്ബി നമ്മോട് പറഞ്ഞത് അതേ രൂപത്തിൽ അത് അനുവർത്തിച്ചുകൊണ്ട് നമ്മൾ ധാരാളമായി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അമ്രാദുൽ ഖുലൂബുകൾ ഓരോന്നായിട്ട് ഇല്ലാതെയായി അവിടെ മുഴുവൻ അള്ളാഹുവിൻ്റെ മഅരിഫത്ത് മാത്രം നിറയുന്നൊരവസ്ഥ, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് മാത്രം നിറയുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഹൃദയത്തിൻ്റെ കണ്ണു തുറന്നിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഒരാൾക്ക് അള്ളാഹുവിനെ പ്രാപിക്കാനും അള്ളാഹുവിനെ കാണാനുമുള്ള കഴിവുണ്ടാവും. പക്ഷേ അത് ഹഖീഖത്ത് എന്ന നിലക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവിടുന്ന് കഴിയില്ല, ഒരു കണ്ണിനും അത് കഴിയില്ല. അത് അവിടേക്ക് തന്നെ മടങ്ങണം. എവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെ മടങ്ങി അവിടെ എത്തിച്ചേരുമ്പോഴാണ് ആ ഹഖീഖത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പൂർണ്ണമായിട്ട് കാണാൻ കഴിയുള്ളൂ. പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യലുണ്ട്? കഅബാലയത്തിലേക്ക് നമ്മൾ ചെല്ലലുണ്ട് അല്ലേ? എന്നിട്ട് ഇടത് ഭാഗം നമ്മൾ എങ്ങോട്ടാക്കിയിട്ട്, ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്ത് ഇടത് ഭാഗം നമ്മൾ അങ്ങോട്ടാക്കിയിട്ട് അവിടുന്ന് തുടങ്ങി അവിടേക്ക് തന്നെ അവസാനിക്കും അല്ലേ? അങ്ങനെ 7 തവണ ചുറ്റുമ്പോൾ എന്തായി? ഒരു തവാഫായി. അപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ അവിടുന്ന് തുടങ്ങി അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂലുണ്ട് കഅബക്ക് അല്ലേ? പിന്നെ ഒരു മൂലുണ്ട്, പിന്നെ ഒരു മൂലുണ്ട്, പിന്നെ ഒരു മൂല ഏതാണ്? നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത് അവിടെ തന്നെയാണ്. അപ്പോൾ ഓരോ തവാഫും ഒരു മനുഷ്യനെ സൂചിപ്പിക്കുന്നത് എന്താണ്? നീ യാഥാർത്ഥ്യങ്ങൾ അറിയണം. നീ ലാഹൂത്തിയായ ലോകത്തുനിന്ന് വന്ന ആളാണ്, ആ ലാഹൂത്തിലേക്ക് തന്നെ മടങ്ങും എന്നാണ് പരിശുദ്ധമായ കഅബാലയത്തിന് ഒരു വിശ്വാസി ചുറ്റുമ്പോൾ ആ വിശ്വാസിയുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യേണ്ടത്? ഉണ്ടാവേണ്ടത്. അവൻ്റെ ഹൃദയത്തിൽ 4 ലോകങ്ങൾ പതിയണം. നാസൂത്തും മലക്കൂത്തും ജബറൂത്തും ലാഹൂത്തും അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവണം. എന്നിട്ട് എൻ്റെ പര്യവസാനം ലാഹൂത്താണ് എന്ന് ഹൃദയബോധ്യം കൊണ്ട് അറിഞ്ഞ് അവൻ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ അവനൊരു യഥാർത്ഥ ഹാജിയാകുന്നു, അവനൊരു യഥാർത്ഥ ഇൻസാനായി മാറുന്നു.
അതാണ് ശരിക്കും പരിശുദ്ധമായ ഹജ്ജിൻ്റെയും ഉംറയുടെയൊക്കെ പൊരുൾ. ഇൻഷാ അല്ലാഹ് അത് അതിൻ്റെ മാസം വരുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പറയാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.